കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം. Greet everyone in the name of our Lord and Savior Jesus Christ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 5 വരെയും 9ഉം 10ഉം വാക്യങ്ങളായിരിക്കും വായിക്കുന്നത്. John chapter 10 verse 1 to 5 and then the 9th and the 10th verse. ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിളിൽ നോക്കുകയും അവിടെ ആടെന്ന് പറയുന്നത് നീയാണ്, ഞാനാണ്. As we hear the word of God, look into the Bible and over there sheep, ഒരിടയനെയും ഒരാടിനെയും a shepherd and a sheep. ഒരു കള്ളനെയും കുറിച്ചാണ് ഇവിടെ വായിക്കുന്നത്. Over there we read about a shepherd, sheep and a thief. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. Turn to your neighbor and say in John chapter 10 we see 3 characters. ഒന്ന് ഇടയൻ, First is shepherd, 2 ഇടയന്റെ ആട്, second is the shepherd's sheep, 3 കള്ളൻ, and third character is a thief. 3 പേരേ ഉള്ളൂ. These 3 characters are there. നായകനുണ്ട്, There is a hero, അത് യേശുവാണ്. that is Jesus. നായകന്റെ മണവാട്ടിയുണ്ട്, And there is a bride of the hero, അത് നിങ്ങളും ഞാനുമാണ്. that is you and me. വില്ലനുണ്ട്, And there is a villain in that, അത് പിശാചാണ്. and that is Satan. ആ 3 പേരുടെ കഥയാണ് കാര്യമായി അവിടെ എഴുതിയിരിക്കുന്നത്. These 3 characters, their story is written in John chapter 10. യേശു ഇടയനായിരിക്കുന്ന ആടുകളാണ് നിങ്ങളും ഞാൻ. Jesus is the shepherd and we are his sheep. സ്തോത്രം. ലോകത്തിലെ ഏറ്റവും നല്ല ഇടയൻ പോറ്റുന്ന ആടുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. The world's best shepherd, his sheep is right now seated in front of me. ഈ നല്ല ഇടയന്റെ ആടുകൾ കൊഴുത്ത് തടിച്ചിരിക്കും. The best shepherd's sheep are fat and they are healthy always. അതിന്റെ മുഖത്തൊക്കെ ഒരു ചിരിയുണ്ട്, അതിന്റെ മാസ്കിന്റെ പുറത്ത് പോലും ആ ചിരി കാണാൻ പറ്റും. The best shepherd sheep, their smile is visible even inside the mask. കാരണം അവരുടെ മാസ്ക് ഇങ്ങനെ വലിഞ്ഞാ നിൽക്കുന്ന ചിരി കാരണം. Because of the smile, the mask is also being pulled apart. അതിന്റെ കാരണം അവര് ബെസ്റ്റ് ആയോണ്ടൊന്നും അല്ല. It is not because the sheep is best. അവരുടെ മുമ്പേ ഒരു ഇടയൻ പോകുന്നത് കൊണ്ട്. It's because a shepherd is walking in front of them. ഈ ആടുകളെല്ലാം നല്ല സ്വഭാവമുള്ളതൊന്നും അല്ല. It is not because the sheep is of very good ഇടയ്ക്ക് character. തെറ്റിപ്പോവും, കുഴി പോവും, പല പ്രശ്നങ്ങളുണ്ട്. They walk astray, they go here and there, they fall into a pit. ഇടയന്റെ പ്രത്യേകത ഒരെണ്ണവേലും പോയാൽ അതിനെയും കൊണ്ട് അല്ലാതെ പോവുകയില്ല. The shepherd's quality is that even if one is missing, he finds the one and he carries the one back to him. 100 ഉണ്ടല്ലോ, ഇപ്പൊ 99 ഉണ്ടല്ലോ, ഒരെണ്ണം പോയ പോട്ട് ആ പരിപാടി ഇല്ല. He doesn't think, oh, I have 99 right now, only one is missing. He doesn't think in that way. അവസാനത്തെ ആടിനെയും കൊണ്ട് നടക്കുന്ന നല്ലൊരു ഇടയനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണുന്നത്. We see a good shepherd who finds and seeks even the last sheep. അവന്റെ ആടുകളാകാൻ ഭാഗ്യം കിട്ടിയവരാണ് നിങ്ങളും ഞാനും. We have been blessed to be his sheep. ഈ ലോകത്തിൽ ഒത്തിരി ആട്ടിൻ കൂട്ടങ്ങളുണ്ട്. In this world there are many sheep, many പല flocks of ഇടയന്മാരും sheep. ലീഡർമാരും അവരെയൊക്കെ നടത്തുന്നുണ്ട്. There are many different leaders who are leading them. യേശു എന്ന ഇടയന്റെ ആട്ടിൻ കൂട്ടമാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. We are the flock of Jesus who is a shepherd. അവരുടെ ആദ്യത്തെ കാര്യം തന്നെ അവർക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ളതാണ്. The first quality of that sheep is that they do not want anything, they do not lack anything. നിറഞ്ഞു കവിയുന്ന ഒരു കൂട്ടമാണ്. Oh, they overflow in a... ആ ഇടയന്റെ ആടുകൾ ഭൂമിയിൽ എവിടെങ്കിലും ആണോ അവിടെയും ചെന്ന് തൊടുന്നിടമെല്ലാം എങ്ങനെയായിരിക്കും? This shepherd sheep, wherever they go in this world, whatever they do, they will succeed, they will prosper. അവന്റെ ആടുകൾ ഇവിടെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാൽ. If the sheep is here right now, clap your hands and praise the Lord. ഹല്ലേലൂയ. Hallelujah. ഇനി നമുക്ക് ഇടയനെ ആടിനെയും കുറിച്ച് വായിക്കാം. And then let us read that verse. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. ആദ്യമേ തന്നെ വില്ലന്റെ അരങ്ങേറ്റമാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് വേഴ്സ് വായിച്ചാൽ The first verse, most assuredly I say to you, he who does not enter the sheepfold by the door but climbs up some other way, the same is a thief and a robber. ആദ്യമേ തന്നെ വില്ലനെയാണ് നമ്മൾ കാണുക. In the first verse itself we see the villain. അത് ക്ലൈംബ് ചെയ്ത് കയറുന്നവനാണ്. He is someone who climbs up the door. പുള്ളി നടന്നല്ല വരുന്നത്. He doesn't walk through the door. പുള്ളി ഏതേലും മറുവഴി മണ്ടം ചാടി വരികയാണ്. He jumps or climbs from some other way. തുടർന്ന് താഴോട്ട് വായിക്കാം. Let us move on to the second verse. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. But he who enters by the door is the shepherd of the sheep. രണ്ടാമത് ഇവിടെ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ മെയിൻ കഥാപാത്രമാണ് ആടുകളുടെ ഇടയൻ. The second most important character is the shepherd of the sheep. അത് മറ്റാരുമല്ല, യേശു തന്നെയാണ്. It is none other than Jesus. അടുത്ത വാക്യം.
അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആ. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആ. തന്റെ ആടുകളെ അവൻ ഇനി പേര് രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. To him the doorkeeper opens and the sheep hear his voice, and he calls his own sheep by name and leads them out. രണ്ടാമത്തെ ഒരു കാര്യം വാതിൽ എന്നുള്ളതാണ്. The second important thing over here is the door. മൂന്നാമത്തെ കാര്യം ശബ്ദം എന്നുള്ളതാണ്. A third important thing is voice. ഈ ഇടയനും ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് വരുന്നത്, കള്ളനും ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് വരുന്നത്. Shepherd also releases a voice, the thief also releases a voice. ഇങ്ങനെ വന്ന കഥ അതിന്റെ പരിസമാപ്തിയിലേക്ക് വരികയാണ്. In this manner the story is coming to an end. ഇടയന്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ആടുകൾക്ക് ഒന്നിനും മുട്ടുണ്ടായിരിക്കത്തില്ല. The sheep who hear only the voice of the shepherd, they will not lack anything in life. ശബ്ദം കേൾക്കുന്നതിലാണ് കാര്യങ്ങൾ ഡിഫറന്റ് ആകുന്നത്. When you hear the voice, there everything changes. ശബ്ദം കൊണ്ടുള്ള അത്ഭുതങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. We are going to see the miracles which happen because you hear a നല്ല voice. ഇടയനെ കരമടിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. Oh, let us clap our hands and praise this wonderful ആ shepherd. ഇടയൻ നമ്മുടെ മധ്യത്തിലുള്ളതുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Oh, give a shout of praise to the Lord. താഴ്ത്തു വായിച്ചാട്ടെ. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം ആ. അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു. നമുക്ക് ഓരോ വാക്യങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കാം. ഇംഗ്ലീഷിൽ വായിച്ചോളൂ. And when he brings out his own sheep, he goes before them, and the sheep follow him, for they know his voice. നിങ്ങൾ ആ കാഴ്ച ഒന്ന് കണ്ടേ. Just imagine that scenario. എല്ലാത്തിനെയും പേര് ചൊല്ലി വെളിയിൽ കൊണ്ടുവരുന്നു. He calls out every sheep by his name, by the name. വലിയൊരു ആട്ടിൻകൂട്ടം ഇതാ പോകുന്നു. And the entire flock of sheep is walking. നിങ്ങൾ ആ പുൽപ്പുറത്തേക്കൊന്ന് നോക്കിക്കേ. And look at the pastures. മുമ്പിൽ വളഞ്ഞ വടിയുമായിട്ടൊരു ഇടയൻ. In front of the flock of sheep, there is a shepherd holding the staff. പുറകിൽ ആടുകൾ. And behind him is ഈ the flock ആടുകൾ of sheep. ചെയ്യേണ്ട ഏക കാര്യം ഇടയന്റെ ശബ്ദം കേട്ടാ മതി. This sheep should do only one thing: follow the shepherd, follow the voice. ആടുകൾ ചെയ്യേണ്ട ഏക കാര്യം ഇടയന്റെ ശബ്ദം കേട്ടാ മതി. This sheep have only one duty to do, that is follow ആടുകൾ the ചെയ്യേണ്ട voice. ഏക കാര്യം ഇടയന്റെ ശബ്ദം കേട്ടാ മതി. They should only follow the voice of the sheep. ആടുകൾ ചെയ്യേണ്ട ഏക കാര്യം ഇടയന്റെ ശബ്ദം കേട്ടാ മതി. The sheep should only follow the voice of the shepherd. ഈ ഇടയൻ എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കും. This shepherd always releases a ഇടയന്റെ voice. റേഡിയോ സ്റ്റേഷൻ ഒരിക്കലും ഓഫ് ചെയ്യുന്നില്ല. This radio station never turns off. എപ്പോഴും സിഗ്നൽ വന്നുകൊണ്ടായിരിക്കുന്നു. The signal is always available. ഊരിലും താഴ്വരയിലും ആ സിഗ്നൽ ഉണ്ട്. Even in the valley of death, the signal is available. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ അവിടെ റേഞ്ച് കുറവൊന്നും ഇല്ലെന്ന് പറഞ്ഞാട്ടെ. Turn to your neighbor and say there is no range problem, range issues. മരണനടലിലും താഴ്വരയിലും അവന്റെ റേഞ്ച് ഉണ്ട്. Even in the valley of death, his signal is available. പ്രതിസന്ധിയിലും അവന്റെ റേഞ്ച് ഉണ്ട്. Even in problems, his signal is എല്ലാവരും നിന്നെ available. എതിർപ്പെടുമ്പോഴും അവന്റെ ശബ്ദം അവിടെയും ഉണ്ട്. Even when everyone is against you, he is അവിടെ ഞാൻ ആ there. ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതിലാണ് പ്രാധാന്യം. What matters is whether you are hearing his voice or not. ആരും മിണ്ടാതിരിക്കുമ്പോഴും Even when everyone is എല്ലാവരും silent, തള്ളിക്കളയുമ്പോഴും everyone is pushed you ഒരു away. നേർത്ത ശബ്ദം അവിടെയും നിനക്കുണ്ട്. You hear a voice over there കാരണം നീ അവന്റെ ആടാണ്. because you are a sheep. ആട്ട് വായിച്ചാട്ടെ. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഇംഗ്ലീഷ്. And the sheep follow him, for they know his voice. ഇവന്റെ ശബ്ദം അറിയണം. Oh, we should know the voice of the sheep, voice of the shepherd. കാരണം ആ ശബ്ദത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ശബ്ദമാണ് കള്ളന്റെ ശബ്ദം. Because similarly you can hear another voice which is similar to this voice, and that is the voice of the thief. ഈ കള്ളൻ മിമിക്രി പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. This thief has learnt mimicry properly. നമ്മുടെ നാട്ടിൽ നല്ല മിമിക്രിക്കാരുണ്ട്. In Kerala you see a lot of mimicry artists. അതുപോലെ പിശാചും ഭയങ്കര ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. Similarly Satan is a very big mimicry artist. കേട്ടാ തോന്നും ഇത് കർത്താവാണ്. When you hear the voice you think that പക്ഷേ this is the Lord. ആടുകളുടെ അകത്ത് ദൈവം ഒരു എന്താ പറയുന്ന ഒരു സിം കാർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. But inside the sheep God has inserted a SIM card. ഈ ആടുകളുടെ അകത്ത് നല്ലൊരു ഫിൽറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. Inside the sheep there is a wonderful filter which is അതിന്റെ given. പേരാണ് പരിശുദ്ധാത്മാവ്. That is Holy Spirit. ഈ പരിശുദ്ധാത്മാവുള്ള മക്കൾക്ക്, The children of God who have Holy Spirit, ദൈവവചനമുള്ള മക്കൾക്ക്, the children of God who carry the word of ദൈവവചനത്തിന്റെ God, പരിജ്ഞാനമുള്ള മക്കൾക്ക്, who have the right knowledge of ഈ God, ഇടയന്റെ ശബ്ദവും the voice of the shepherd, ഈ ഇമിറ്റേറ്ററുടെ ശബ്ദം തിരിച്ചറിയാം. they know the voice of the shepherd and the voice of the ആ thief. ഇടയന്റെ ശബ്ദം അറിഞ്ഞ് They hear and know the voice of the അവന്റെ shepherd. പുറകെ പോകുന്ന ആടുകളാണ് കർത്താവിന്റെ ആടുകൾ. And the children of God are those who follow the shepherd. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ച് Let us clap. നമുക്കൊരു നല്ല ഇടയനുള്ളതിനായി, ഒരു നിത്യ ഇടയനുള്ളതിനായി, We have a wonderful shepherd and eternal നിത്യത വരെ shepherd. കൊണ്ടുപോകുന്ന ഇടയനുള്ളവനായി. A shepherd who carries till eternity. വാർദ്ധക്യം വരെ അല്ലവൻ കൊണ്ടുപോകുന്നത്. Not till when we are old. ശവക്കുഴി വരെ അല്ലവൻ Not കൊണ്ടുപോകുന്നത്. till the grave. ശവക്കുഴിയിൽ നിന്ന് എല്ലാവരും പോരുമ്പോഴും When everyone says goodbye at the grave. അതിനപ്പുറത്തേക്കും കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന Beyond the grave there is ഒരു one who നല്ല carries. ഇടയൻ എനിക്കും നിങ്ങൾക്കും ഉള്ളതിനായി. We have a wonderful ആ shepherd. നല്ല ഇടയനെ ഒന്ന് സ്തുതിച്ച് എല്ലാവരും. Praise that wonderful നല്ല shepherd. കരമൊക്കെ ഒന്ന് അടിച്ച ഇടയനെ ഒന്ന് സ്തുതിച്ച് Let us all clap our hands. യേശുവേ നീ എന്റെ ഇടയനാന്ന് പറ. Jesus,
you are my shepherd. ഓ കരങ്ങൾ തട്ടി വായി തുറന്ന് യേശുവിൻ നാമത്തിൽ ഞാൻ പറയുന്നു, നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. In the name of Jesus, you will not lack anything. നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. You will not lack anything. നിനക്കൊന്നിനും You will മുട്ടുണ്ടാകത്തില്ല. not lack anything. നീ തകരില്ല. You will not be നിന്റെ destroyed. മക്കൾ നശിക്കില്ല. Your children will not നിന്റെ be തലമുറ destroyed. തകരില്ല. Your generations നിന്റെ will not be ബിസിനസ് destroyed. തകരില്ല. Your business നീ എവിടെ will not be ചെന്നാലും destroyed. അത്ഭുതം നടക്കും. Wherever you go, കാരണം നീ miracles will തെരഞ്ഞെടുത്തതല്ല, happen. Because you did not അവൻ choose നിന്നെ him. തെരഞ്ഞെടുത്തതാ. He chose നീ you. പുറകെ വന്നതല്ല, You did not അവൻ follow. മുമ്പേ നടന്നതാ. He went അവൻ ahead of you. കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. He is for carrying you. ഇന്നായിരിക്കുന്നിടത്തായിരിക്കത്തില്ല നാളെ. Today you won't remain in the same situation ഒരാട്ടുപറ്റ tomorrow. ഒരിക്കലും പഴയ സ്ഥലത്തായിരിക്കത്തില്ല. A flock of sheep will not remain in the അതിനെ same ഇങ്ങനെ place the മുമ്പോട്ട് next day. മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. They move from one place to the other പണ്ടങ്ങനായിരുന്നു place. പണ്ടിങ്ങനായിരുന്നു ഒന്നും പറയണ്ട. They won't say, oh, earlier I was like this, ഇന്നത്തെ today I'm like this. ദിവസത്തിന്റെ ഇടയനാണ് നിന്റെ ഇടയൻ. The shepherd of today is your ഓ shepherd. പണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. Oh, earlier we had an elephant in our house. No need to say all those stories. അതെല്ലാം കഴിഞ്ഞു. ഇനി നിന്നെ അടുത്ത പടിയിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണ്. He is going to take you to the next step. ഇനി മേച്ചിൽ പുറങ്ങൾ നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. He has prepared greener pastures നീ for ഇതുവരെ you, കണ്ടിട്ടില്ലാത്ത, which you have never നീ seen, ഇതുവരെ പോയിട്ടില്ലാത്ത, which you have never gone, നീ ഇതുവരെ ഭാവനയിൽ കണ്ടിട്ടില്ലാത്ത which you have never seen. ഉന്നതമായ മേച്ചിൽ പുറങ്ങൾ Higher green എല്ലാം pastures. അറിയാവുന്ന ഒരു നല്ല ഇടയൻ A wonderful shepherd. നിനക്ക് മുമ്പേ നടക്കുന്നുണ്ട്. He has gone ahead of നീ you. അവന്റെ ആടാണ്. You are his sheep. ജീവൻ കൊടുത്ത് നേടിയ ആടാണ്. He has laid his നീ life for അവന്റെ you. കണ്ണിലെ കൺമണിയാണ്. You are the apple of his eye. കരങ്ങൾ തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് എല്ലാവരും Let us all മഹത്വം. clap our hands. ഓരബാല റികാരബ ശന്തരേ ദരേ ദരേ ശന്തരേ. നന്ദി 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 നന്ദി. Thank you, Jesus. പാട്ട് വായിക്കാം. അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അന്യന്മാര് ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ഇവിടെ ഉണ്ട്. അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. 5-ാം വാക്യം. Yet they will by no means follow a stranger, but will flee from him, for they do not know the voice of strangers. ഇനി 9-ഉം 10-ഉം. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. വായിക്കാം. I am the door. If anyone enters by me, he will be saved and will go in and out and find pasture. ഇടയന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് ഗ്യാരണ്ടിയാണ്, കൊറോണ ആണോ ക്ഷാമാണോ എന്ന വിഷയമല്ല, അവര് മേച്ചിൽ കണ്ടെത്തും. Whoever hears the voice of the shepherd, there is one thing for sure, that they will find greener കാരണം pastures. ഇടയന് കൊറോണയുടെ സൈഡ് വഴി വേറൊരു വഴി അറിയാം. Because the shepherd knows a way besides this corona. He ഇടയന് knows a എല്ലാ different way. മാർക്കറ്റ് ഫോളുകളുടെ അപ്പുറത്തൂടെ വേറൊരു വഴി അറിയാം. Even when markets are falling down, the shepherd knows a wonderful way. കരമൊന്ന് അടിച്ച് ഇടയനെ ഒന്ന് സ്തുതിച്ച്. Clap your hand and praise this wonderful ആട് shepherd. ചെയ്യേണ്ട ഏക ജോലി അവന്റെ ശബ്ദം കേട്ടാ മതി. Sheep only has to do one thing, follow the voice. പല ശബ്ദങ്ങളുടെ മധ്യത്തിൽ ഈ ഇടയന്റെ ശബ്ദം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. Even when there are many voices, you should recognize the voice of the shepherd. ഒരിക്കലും മുട്ടുണ്ടാകത്തില്ല. You will never lack anything in life. ആത്മീയത്തിൽ മുട്ടുണ്ടാകത്തില്ല. You will never lack anything ആരോഗ്യത്തിൽ spiritually. മുട്ടുണ്ടാകത്തില്ല. You will never lack in your ഭൗതികത്തിൽ health. മുട്ടുണ്ടാകത്തില്ല. You will never lack financially. സമാധാനത്തിൽ മുട്ടുണ്ടാകത്തില്ല. You will never lack in നന്മയിൽ peace. മുട്ടുണ്ടാകത്തില്ല. Never lack in goodness. അനുഗ്രഹത്തിൽ മുട്ടുണ്ടാകത്തില്ല. Never lack in ഉയർച്ചയിൽ goodness. മുട്ടുണ്ടാകത്തില്ല. Never lack in blessings. സമ്പൽ സമൃദ്ധിയിൽ മുട്ടുണ്ടാകത്തില്ല. Never lack in ഓ ഈ prosperity. നല്ല ഇടയനെ കരമടിച്ച് സ്തുതിച്ചാട്ടെ. Clap your hands and ഓ praise എല്ലാവരും this നല്ലപോലെ wonderful നല്ലപോലെ shepherd. ശക്തിയോടെ. അടുത്ത വാക്യം 10-ാം വാക്യം. ഒടുവിൽ പിന്നെയും വില്ലനെ കുറിച്ചും ഇടയനെ കുറിച്ചും ഒന്നുകൂടെ പറയാണ്. വില്ലൻ എന്തിനാ വരുന്നേ? 10th verse. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. The thief does not come except to steal and to kill and to destroy. I have come that they may have life and they may have it more abundantly. ആമേൻ. Hallelujah. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകും. വിശ്വസിച്ചാൽ മാത്രം മതി. Look unto the neighbor and say, the sheep only has to trust the shepherd. എന്താണ് വിശ്വസിക്കേണ്ടത്? What should we believe in? അവന്റെ ശബ്ദമാണ്, Should believe his voice. അവന്റെ വാക്കാണ്. Should believe his words. നമ്മൾ ഈ വേദഭാഗത്ത് വായിച്ചത്, When we have read the passage of that Bible, ഒരു കള്ളനെ കുറിച്ചും we have seen about a thief ഇടയനെ കുറിച്ചും. and about a shepherd. ഇടയൻ നമ്മുടെ കർത്താവായ യേശുവാണ്. The shepherd is our Lord Jesus. യഹൂദന്മാരെ സംബന്ധിച്ചവർക്ക് ഏറ്റവും പരിചിതമാണ് 23-ാം സങ്കീർത്തനം. For the Jews, Psalms 23 is a passage which they are very familiar with. അവരുടെ കുഞ്ഞുങ്ങൾ ആദ്യം പഠിക്കുന്നതാണ്. The children of the Jewish people, they always read Psalms 23 in the beginning അവരെ itself. ആദ്യം പഠിപ്പിക്കുന്നത് 23-ന്റെ 1. They read Psalms 23 verse 1.
ക്രൈസ്തവരും അവരുടെ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുന്നത് 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. Even Christians teach their children Psalms 23 verse 1. കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകും. The Lord is my shepherd, I shall not want. മിക്കവാറും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആദ്യം ഇത് പറഞ്ഞു തുടങ്ങിയവരാണ്. Many over here also had started from the word of God by saying this verse. അതിനേക്കാൾ വലിയൊരു സത്യവും ലോകത്തില്ല. And there is no bigger truth than this verse. മുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞ എന്റെ ഭൗതിക ബുദ്ധിമുട്ട് മാത്രമല്ല. When we say I shall not want, it does not speak only about our physical wants. എല്ലാ മേഖലകളിലും 100% നമ്മൾ സേഫ് ആണ്. Even in every sphere of our life, we are safe and protected by our Lord. അതേ സങ്കീർത്തനത്തിൽ In the same psalm, കൂരിൽ താഴ്വരയെ കുറിച്ച് പറയുന്നുണ്ട്. it says about the valley of darkness, ഞാൻ ഭയപ്പെടത്തില്ല, I will not fear, നിന്റെ വടിയും കോലും. because your rod and your എന്താണ് ആ staff. വടിയും കോലും? What is the rod and what is the കർത്താവിന്റെ staff? വചനം തന്നെയാണ്. That is the word of God. എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം And ചെയ്യും. he anoints my head with oil. ദൈവവചനവും പരിശുദ്ധാത്മാവിനാലും നയിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ The word of a child of God who is led by the word and the Holy Spirit. തകരില്ല, തളരില്ല, തീരില്ല. He will not be destroyed, he will not fall down, he will not be completely lost in a place. ദൈവത്തിന്റെ മക്കൾ ബൈബിൾ വായിക്കണം. The children of God should read the word of God. ദൈവവചനമായി വായിക്കണം. You should read the Bible. ഈ ദിവസങ്ങളിൽ നീന എന്നോട് പറയായിരുന്നു, These days Nina was telling me, 8 അധ്യായം ഒരു ദിവസം പുതിയ നിയമത്തിൽ നിന്ന് വായിച്ചാൽ 1 മാസം കൊണ്ട് പുതിയ നിയമം വായിച്ചു തീർക്കും. if you complete 8 chapters every day from the New Testament, you can complete the entire New Testament in a നമ്മൾ month. എന്തുമാത്രം കാര്യങ്ങൾക്കാണ് സമയം കളയുന്നത്. Oh, we spend our time in so many unwanted things. നമ്മുടെ മൈൻഡിനെ നമ്മൾ വളരെ സൂക്ഷിക്കണം. We should guard our mind. നിങ്ങൾ നോക്കിയേ, പുതിയ നിയമത്തിൽ ആയുധവർഗ്ഗങ്ങൾ എഫേസ്യർ 6 പറഞ്ഞിട്ടുണ്ട്. Ephesians 6 talks about putting on the armor of the Lord. ലോകത്തിലെ മിസൈലുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. The weapons of this world have failed many times. ലോകത്തിലെ വലിയ വലിയ യുദ്ധ ഉപകരണങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. Many weapons of warfare in this world have failed so many times. പരാജയപ്പെടാത്ത ആയുധങ്ങളാണ് നിങ്ങൾക്കും എനിക്കും We തന്നിരിക്കുന്നത്. have received the weapons which never fail. മാത്രമല്ല ആ ആയുധങ്ങൾക്ക് ഈ ശരീരത്തെ മാത്രമേ രക്ഷിക്കാനൊക്കത്തുള്ളൂ. And not only that, the weapons of this world can only save our body. യേശു ഒരിക്കൽ നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ പറ്റുന്നവനെ പേടിക്കണ്ട. Jesus once said, do not fear the one who harms you physically. നിങ്ങളുടെ ആത്മാവിനെ തൊടുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഒക്കത്തില്ല. No one in this world can touch your spirit. എന്നാൽ നിങ്ങളുടെ ആത്മാവിൽ ഞാൻ ആയുധങ്ങൾ But തരികയാണ്. I have given you the weapons in the spirit. രക്ഷയുടെ ഉറപ്പ് എന്ന ശിരസ്ത്രം, I have given you the helmet of salvation. നീതിബോധം എന്ന ഉറപ്പ്, I have given you the knowledge of righteousness. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. Let us together praise the ആ Lord. ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, If you have that confidence in ഞാൻ your heart, നിങ്ങൾക്ക് തന്ന നീതിയെ കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, if you are confident in the righteousness which I have given you, നിങ്ങളുടെ ഒരു നന്മ കൊണ്ടുമല്ല, it is not because of your goodness, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്. it is because I have loved you. 1-2 പേരുടെ മുഖത്ത് നോക്കി പറഞ്ഞാട്ടെ, കർത്താവിന്റെ സ്നേഹത്തെ മുതലെടുക്കാൻ പഠിക്കണം. Turn to your neighbor and say, you should learn to take advantage of the love of God. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ കൊച്ചായിരുന്ന സമയത്ത്, I remember when my children were too small. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, I have said this earlier over 2 here. സംഭവങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കില്ല. I will never forget 2 incidents. അന്ന് ജൂനിയയ്ക്ക് ഒരു 2-2.5 വയസ്സ് കാണും. Junior was 2 or 2.5 years old. ഈ പിള്ളേരെല്ലാം കൂടെ വീട്ടിൽ കിടന്ന് ഇങ്ങനെ തല്ലുകൂടും. The children, they used to play and they used to fight in my house. ഈ കൊച്ചു കുഞ്ഞ് തന്നെ ഈ മൂത്തതുങ്ങൾക്ക് 2 കൊടുക്കും. This youngest child, ചുമ്മാ she used to hit the elder ones playfully. കളിയാണ്. They are playing. എന്നിട്ട് അവര് രണ്ടും കൂടെ ഇവളെ ഓടിക്കും. And both the elder ones used to run ഓടി behind അവളുടെ her. കാല് തളർന്നു കഴിയുമ്പോൾ കൊച്ചു കുഞ്ഞ്, When the youngest child, when her leg is ഞാൻ paining, വേറെ ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഫോൺ വിളിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. I might be calling someone, I might be on the phone doing busy things. നമ്മളിത് ശ്രദ്ധിക്കുന്നേ ഇല്ല. I am not bothered by what is ഇവള് happening. വന്ന് എന്റെ കാലിന്റെ കീഴെ ഇങ്ങനെ കയറി നിൽക്കും. What she does is she comes and hides behind my leg. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് മൂത്തതുങ്ങൾ അവരെ തല്ലാൻ വരുമ്പോൾ And when the elder ones try to hit her, ഇങ്ങനെ നാക്ക് നീട്ടി കാണിക്കും. she pulls out her tongue and she shows it to her. അവരെ പിടിക്കാൻ വരുമ്പോൾ And when they come to catch ഞാൻ her, പറയും, കൊച്ചിനെ തൊട്ട് പോരുന്നു. I say, don't touch the younger child. ആ ഉറപ്പാണ് അവളെ മുതലെടുത്തോണ്ടിരുന്നത്. Junior has that confidence. That's why she used to take അടുത്തിരിക്കുന്ന ആൾ advantage പറ, of it. കർത്താവിന്റെ സ്നേഹം മുതലെടുക്കാൻ പഠിക്കണം പറഞ്ഞു. Turn to your neighbor and say, you should learn to take advantage of the love of God. മറ്റൊരു സംഭവം ഞാൻ മറക്കത്തില്ല. Another incident which I won't forget. ഒരിക്കൽ വീട്ടിലാരോ ഗസ്റ്റുകൾ വന്നു. Once some guests had come to my house. 5-6 പേരുണ്ട്. 5 or 6 of ഈ them. 2.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് This 2.5 years old child, അവിടെ ചെന്നിട്ട് ഓടിച്ചെന്നിട്ട് she ran to that place അവരിങ്ങനെ ഡോറി മുട്ടുകയാണ് ചെയ്തു. and ബെല്ലടിക്കുകയാണ് the guests were knocking at the door. എന്നിട്ട് ഇവള് ചെന്ന് കതവ് തുറന്നു. She went and opened the door. അവരിങ്ങനെ കയറാൻ തുടങ്ങിയപ്പോൾ As soon as they entered through the door. ഒരെണ്ണം കയറി പോരുന്നത്. She said no one should enter the house. അവരിങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. They were alarmed and they stopped over there. എല്ലാരും ചെരുപ്പൂരി ഇടാൻ പറഞ്ഞു. And she said, everyone remove your sandals and get in. എല്ലാരും ചെരുപ്പൂരി ഇട്ടു. And everyone removed their slippers.
ഇനി എല്ലാവരും കയറിക്കോളാം. And she said, everyone get into the house. ഓരോരുത്തരെ ഓരോ കസേര കൊണ്ടിരുത്തി. And each and everyone sat at their respective chairs. എന്നിട്ട് ചോദിച്ചു, ചായ വേണോ കാപ്പി വേണോ? And she asked, do you want tea or coffee? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, So what I understood ഒരു was, വീട്ടിലെ കുഞ്ഞ് പറഞ്ഞാലും ആ വീട്ടിൽ കയറാനൊക്കത്തില്ല. even if a small child in the house tells something, you should follow that. ഈ ഉറപ്പോടെ ദൈവമക്കൾ നടക്കണം. Children of God also should move with that confidence. ഒന്ന് കരം അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കുക. Clap your hands and let us praise the Lord. ഒന്ന് കൈകൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിച്ചു. Clap your hands and shout. ഇത് നമ്മൾ ചെയ്ത ഒന്നും കൊണ്ടും അല്ല. It is not by what we have done. അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്. It is only because Jesus loved us. പക്ഷേ ഈ സ്നേഹം കണ്ടാൽ But when you look at this love, നമുക്ക് അഹങ്കരിക്കാൻ ഒക്കില്ല. we cannot take pride in any നമുക്ക് manner. പാപം ചെയ്യാൻ ഒക്കില്ല. We cannot sin in any manner. ഇതൊന്നും പാപം ചെയ്യാനുള്ള ഒരു അവസരമല്ല. These are not chances for us to sin. യേശുവിന്റെ സ്നേഹം കണ്ടാൽ പാപം ചെയ്യാൻ ഒക്കില്ല. If you look at the love of Jesus, you cannot ഈ sin. പാൻഡമിക് പീരീഡിൽ കർത്താവ് എനിക്ക് തന്നൊരു ഗാനമാണ്. In this pandemic period, the Lord gave me ആ a beautiful song. കണ്ണിൽ നോക്കിയാൽ നാം പാപം ചെയ്യില്ല, ആ മുഖം കണ്ടാലോ നാം ശോഭിതരാകും, തിരിഞ്ഞൊന്നു നോക്കിടുന്ന തള്ളിപ്പറഞ്ഞ വീണ്ടും പൊട്ടിക്കരയും പൊട്ടിച്ചേരും പത്രോസെ പോൽ നാം, വീണ്ടും പൊട്ടിക്കരയും ഒട്ടിച്ചേരും പത്രോസെ പോൽ നാം. ആ കണ്ണിൽ നോക്കിയാൽ നാം പാപം ചെയ്യില്ല, ആ മുഖം കണ്ടാലോ നാം ശോഭിതരാകും. ആ കണ്ണിൽ നോക്കിയാൽ നാം പാപം ചെയ്യില്ല, ആ മുഖം കണ്ടാലോ നാം ശോഭിതരാകും, തിരിഞ്ഞൊന്നു നോക്കിടും തള്ളിപ്പറഞ്ഞ വീണ്ടും പൊട്ടിക്കരയും പൊട്ടിച്ചേരും പത്രോസെ പോൽ നാം, വീണ്ടും പൊട്ടിക്കരയും പൊട്ടിച്ചേരും പത്രോസെ പോൽ നാം. ഒരു ചെറിയ ചിന്ത പോലും നമുക്ക് വെച്ചു പുലർത്താൻ ഒക്കത്തില്ല. We cannot keep even a small thought in our mind. പിശാച് ചില വഴികളിലൂടെയാണ് കടക്കുക. Satan tries to enter through different ways. നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. Let us look into the word of God. അതിന്റെ ഒന്നാം വാക്യം യോഹന്നാൻ 10:1. John chapter 10 verse 1. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, Most assuredly I say to you, വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. he who does not enter the sheepfold by the door but climbs up some other way, the same is a thief and a robber. അതിന്റെ 10ാം വാക്യം പറയുന്നത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കാനും അത്ര ഈ കള്ളൻ വരുന്നത്. 10th verse says the thief comes to steal, to kill and to destroy. ഏദൻ തോട്ടം മുതൽ അവൻ കള്ളനും കൊലപാതകനുമാണ്. From the garden of Eden he is a thief and he is a robber. അവർ മോഷ്ടിച്ചു. ആദമിനെ ഹവ്വയെയും അവർ മോഷ്ടിച്ചു. Adam and Eve, the thief has stolen completely from സമാധാനം them. മോഷ്ടിച്ചു. He stole their peace. സുരക്ഷിതത്വ ബോധം മോഷ്ടിച്ചു. He stole their knowledge of protection. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം മോഷ്ടിച്ചു. He stole the confidence of them which they had of standing in front of അവരുടെ God. തേജസ്സിനെ തകർത്തു. He destroyed the glory which they had. അവരെ കൊന്നു. ദൈവത്തിൽ നിന്ന് അവരെ ആത്മീയമായി കൊലപാതകം ചെയ്തു. He murdered and he spiritually murdered them and separated them from the presence of the Lord. അവനാണ് കള്ളൻ എപ്പോഴും വരുന്ന അതിനാണ്. The thief always comes to do this. ദൈവത്തിന്റെ വചനത്തെ സംശയിപ്പിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. He comes by making you doubt on the word of God. എല്ലാ ദൈവമക്കളും ഈ ദൈവവചനം സത്യമാണ്. All the children of God, you should remember that this word of God is the truth. ഉറക്കെ പറഞ്ഞ ഇത് സത്യമാണ്. Everyone say this is the truth. ഇത് സത്യമാണ്. This is truth. ഇത് മാത്രമേ സത്യമുള്ളൂ. This is the only ഇതിൽ truth. സത്യം മാത്രമേ ഉള്ളൂ. In this there ഇത് is ഞാൻ truth. വിശ്വസിക്കുന്നു. And I believe in this ഒന്നുകൂടെ truth. ഉറക്കെ പറഞ്ഞ ഇതാണ് സത്യം. Say this is the ഇത് truth. മാത്രമേ ഉള്ളൂ സത്യം. This is the only ഇതിൽ truth. സത്യമുണ്ട്. In this there ഇതിൽ is the സത്യം truth. മാത്രമേ ഉള്ളൂ. In this there is only truth. ഇതിന്മേൽ ഞാൻ എൻ്റെ ജീവിതത്തെ കെട്ടുപണിയും. And I build my life on this truth. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ Whoever does as my word, തന്റെ വീട് ഒരു പാറയിൽ പണിതവനോട് തുല്യൻ. his house will be like the house which is built on എൻ്റെ a rock. വചനങ്ങളിൽ പണിയുന്നവൻ, Whoever builds upon my എൻ്റെ word, സത്യങ്ങളിൽ പണിയുന്നവൻ, whoever builds upon my truth, അവന്റെ വീട് പാറയിൽ പണിത പോലെയാണ്. his house is like the house which is built എത്ര on a വലിയ rock. തിരമാല അടിച്ചാലും No matter how big the wave is, അത് കുലുങ്ങത്തില്ല. it does not shake. എന്നാൽ എന്റെ വാക്ക് കേട്ടാലും Whoever does അത് ചെയ്യാത്തവൻ hears my word and does not do it, എന്റെ വീട് മണലിന്മേൽ പണിതത് പോലെയാണ്. his house is like which is built on a sand. ഞാൻ ഒരിക്കൽ ചോദിച്ചു, കർത്താവേ, പാറ നിന്റെ വചനമാണെങ്കിൽ മണൽ എന്തുവാന്ന് ചോദിച്ചു. I once asked Lord, if your word is the rock, then what is that sand? ഉടനെ കർത്താവിനോട് പറഞ്ഞു, മോനെ, മണല് മനുഷ്യന്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞു. Immediately the Lord said that sand, the clay over there, is the thoughts or the opinion of man. ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം, Opinion of the learned men in this world. ദൈവവചനത്തിന് വിരുദ്ധമായ മനുഷ്യാഭിപ്രായങ്ങൾ. The opinion of man which is contrary to the word of God. എല്ലാ മനുഷ്യാഭിപ്രായവും തെറ്റല്ല.
I wouldn't say that every opinion of man is wrong. കർത്താവ് ഒരിക്കലായി സ്ഥാപിച്ച ദൈവവചനത്തിന് വിരുദ്ധമായ എല്ലാ മനുഷ്യ അഭിപ്രായങ്ങളും മണലാണ്. Every opinion of man which is contrary to the established word of God is the sand. ദൈവവചനം പറയുന്നു മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്നുണ്ടാക്കി അവന്റെ മൂക്കിൽ ശ്വാസം ഊതി തന്റെ സ്വരൂപവും സാദൃശ്യവും കൊടുത്തു. The word of God says that Lord made man from the dust and he blew his air, his life into his nostrils. അവനെക്കുറിച്ച് മുഴുവൻ കരുതലും സൃഷ്ടിച്ചവനുണ്ട്. And the Lord created everything for this man. എന്നാൽ ശാസ്ത്രം പറഞ്ഞു, ചാൾസ് ഡാർവിൻ പറഞ്ഞു, But Charles Darwin said, സൂര്യൻ പൊട്ടിത്തെറിച്ചു, അത് തണുത്തു, അമീബ കരയ്ക്ക് കയറി, അത് പരിണമിച്ചു, കൊരങ്ങായി, വാലുപോയി, മനുഷ്യനായി എന്ന് പറഞ്ഞു. sun split into different parts and then amoeba degenerated and after that the monkey, because of evolution, became a human. എവിടെയോ കറങ്ങി നടന്ന ഒരു ഗോളം എങ്ങനെയോ പൊട്ടിത്തെറിച്ചു നീ ഇവിടം വരെ വന്നു. Some planet somewhere it blew up and it split into different pieces and that's why you are here. നിന്നെക്കുറിച്ച് ആർക്കും ഉത്തരവാദിത്തമില്ലെന്ന്. There is no one responsible for you. നിന്റെ കാര്യം നീ തന്നെ നോക്കിക്കോണം. You should take care of yourself. വചനം പറയുന്നല്ല. The word of God doesn't speak in that manner. തന്റെ ശ്വാസം, His breath, തന്റെ മുഴുവൻ, his complete life, തന്റെ ജീവൻ, his life, ഊതിയ കൺമണികളാ മനുഷ്യർ. he gave it to man and man is the apple of his eye. എനിക്കൊരു നിർമ്മിതാവുണ്ട്, ഉറക്കെ പറഞ്ഞാട്ടെ. Say, I have a creator. എനിക്കൊരു ഉടയവനുണ്ട്. I have a creator. എന്റെ കാര്യം അറിയുന്ന ഒരുവനുണ്ട്. There is one who knows ഏതോ me. കറങ്ങി നടന്ന ഗോളത്തിന്റെ അറ്റം പൊട്ടിത്തെറിച്ചതല്ല ഞാൻ. I am not because of some planet which blew up into pieces. അങ്ങനെയാണെന്ന് ചിന്തിച്ചാൽ, If you think in that manner, മണലാണത്. then you are dust. അങ്ങനെയുള്ള കുറെ ചിന്താഗതികളുടെ മേലാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നെങ്കിൽ, If our life is based on several philosophies like this, ഏത് തിരമാലയിലും തകർന്നു പോകും. then you will be shattered by any wave which comes നിനക്കറിയാം across you. എന്റെ കർത്താവ് എന്നെ രക്ഷിച്ചതാണ്. But if you know that my Lord has saved ലോക me, സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തതാണ്. that He has chosen me even before the ഞാൻ അവന്റെ foundation of കണ്ണിലെ this world, കൺമണിയാണ്. I am the apple of His eye. എനിക്കൊരു നാഥനുണ്ട്, I have a Lord. എനിക്കൊരു രക്ഷകനുണ്ട്. I have a shepherd with me. വചനത്തിന്മേൽ പണിതാട്ടെ, കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. Build your life upon the word of God. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ദൈവമക്കളെ ബൈബിൾ വായിക്കണം. Let me remind you, children of God, read the word of God. മാത്രമല്ല കേൾക്കുന്ന വചനം ഗൗരവത്തോടെ ഏറ്റെടുക്കണം. And whatever you hear, listen it carefully and receive it in your heart. വചനത്തെ എടുത്തു കളഞ്ഞിട്ടാണ് പിശാച് വർക്ക് ചെയ്യുന്നത്. Satan always works by removing the word of God first. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. The sower, he went to sow the seeds. ആരാണ് വിതയ്ക്കുന്നത്? Who is the one who sows? പരിശുദ്ധാത്മാവാണ് It വിതയ്ക്കുന്നത്. is Holy Spirit who തോമസ് കുട്ടി sows. ബ്രദർ അല്ല, തങ്കു ബ്രദർ അല്ല, ബെന്നി ബ്രദർ അല്ല It വിതയ്ക്കുന്നത്. is not Thomas Kuti brother, it is not Tangu brother, it is not Benny brother who sows. തന്റെ ആടുകൾക്ക് എന്നിലൂടെ കർത്താവ് തന്റെ വാക്കുകൾ വാരി വിതറുകയാണ്. Today the shepherd is sowing his sheep, sowing the words to his sheep through me. ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോയി. Some fell on the wayside and the birds came and ate those seeds. യേശു പറഞ്ഞു അത് വചനത്തെ പിശാച് എടുത്തുകൊണ്ട് പോകുന്നതാണ്. Jesus said that those are the seeds which Satan is trying to remove. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് അറിയാവുന്ന ഒരു ദൈവ പൈതലിനെ സാത്താൻ ഞെട്ടി വിറയലോടെയാണ് നോക്കുന്നത്. If a child of God knows that the word of God or I am in Christ, Satan fears that child of എന്റെ God. ഒരു നന്മ കൊണ്ടുമല്ല, അവന്റെ കൃപ കൊണ്ട് എന്നെ തെരഞ്ഞെടുത്തെന്ന് ഉറപ്പൊരു വിശ്വാസിക്കുണ്ടോ തൊടത്തില്ല സാത്താനവന്. If a believer has that confidence that I am in Christ and Satan cannot touch me, then it is impossible for Satan to touch you. അല്ലാത്തവരുടെ അടുത്ത് വന്നിട്ട് പറയും നിന്റെ പ്രാർത്ഥന ശരിയായില്ല. For every other person, Satan comes and says your prayer is not right. പ്രാർത്ഥന ശരിയാക്കണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. I won't say that you should make your prayer even more proper. നമ്മളെ അവൻ ഗിൽറ്റിനകത്തോട്ട് പെടുത്തും. But Satan tries to put you into guilt. പിശാച് ദൈവമക്കളിൽ കടക്കുന്ന ഒത്തിരി വഴികളുണ്ട്. Satan tries to enter the children of God's hearts through many ഞാൻ ഇവിടെ ways. ഒരു 4 വഴി എഴുതിയിട്ടുണ്ട്. I have written down or noted down 4 ways. ഒന്ന് അപരാധ ബോധം. First is by creating guilt. നിന്റെ ആ തെറ്റ് കാരണം നീ അത് ചുമന്നേ ഒക്കത്തുള്ളൂ. അപരാധ ബോധം. It is because of that mistake that you have to suffer this, by creating that consciousness of a guilty person. 1 യോഹന്നാൻ 2:1 പറയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായി വചനം എഴുതിയിരിക്കുന്നു. 1 John chapter 2 says that, my dear children, this word is written so that you should not sin. കൃപ പാപം ചെയ്യാൻ വേണ്ടിയല്ല. Grace is not given to sin. ഒരു ദൈവവചനത്തെ സംബന്ധിച്ച് അവന് പാപം ചെയ്യാനല്ല ഇഷ്ടം.
A children of God or child of God does not like to sin. He is not there to sin. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ എപ്പോൾ എനിക്ക് അവരെ കളിപ്പിക്കാമെന്ന് നോക്കി അല്ലല്ലോ അവർ ജീവിക്കുന്നത്. A husband who loves his wife and a wife who loves her husband, they are not thinking about how to fool the other person. ജീവൻ തന്നെ നമ്മളെ സ്നേഹിച്ച കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന ഒരു ദൈവത്തിന്റെ ആഗ്രഹം. A child of God always thinks and is desiring to serve or to please the Lord who laid down his life for എന്റെ him. ഓരോ നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും എന്റെ യേശോപ്പായ്ക്ക് ഇഷ്ടം വരുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. All those who desire to do good for the Lord, lift up your hands and say അതാണ് hallelujah. ദൈവമക്കളുടെ ആഗ്രഹം. That is the desire of ഒരു the children of പാപം God. ചെയ്യാൻ അവസരം ഉണ്ടോ നോക്കിയല്ല നടക്കുന്നത്. They are not trying or looking at means to do sin. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ, Oh my dear children, if you have sinned, നിങ്ങൾ അപരാധ ബോധത്തിൽ ചെന്നപ്പെടരുത്. you should not fall into that guilt consciousness. നിങ്ങളുടെ ധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. You should not cast away your confidence. യേശു ക്രിസ്തു എന്ന ഒരു കാര്യസ്ഥൻ There is Jesus who is your helper, നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് who is seated at the right hand of the Father. ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കൽ നിങ്ങൾക്ക് ചെല്ലാം. And you can come boldly to the throne of grace. എനിക്ക് ഇങ്ങനെ പറ്റിയെന്ന് പറയണം. And you can say, Lord, I have വാക്ക് committed this. തെറ്റിപ്പോയെന്ന് പറയണം. Oh, my words have not been right. അവിടെ കിടന്ന് ഉരുളരുത്. Don't fall and roll in that sin. അത് വിട്ടുപേക്ഷിക്കണം. Leave that sin aside. കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടും നമ്മളെ കഴുകും. And the blood of Jesus will cleanse you from it. ധൈര്യത്തോടെ നിൽക്കണം. And be bold in the presence of the Lord. ഓറൊക്കെ പറഞ്ഞാൽ ധൈര്യത്തോടെ നിൽക്കും. Oh, say, I will stand boldly in the presence of the ധൈര്യത്തോടെ Lord. നിൽക്കും. I will stand boldly in the ധൈര്യത്തോടെ presence of the നിൽക്കും. Lord. കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. Oh, clap your hands and give praises to the Lord. നിങ്ങളോട് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, I have earlier also have mentioned one thing. ഇതുപോലെ അപരാധബോധവും ഒരു 4 കാര്യങ്ങൾ ഞാൻ പറയുന്നിട്ട് ആ സംഭവം പറയാം. Guilt consciousness, and then I will share about ഒന്ന് that. അപരാധബോധം. First is being guilty in your heart. 2 അറിവില്ലായ്മ. Second is ignorance. പുതിയ നിയമത്തിൽ ക്രിസ്തുവിലായ ഒരു വ്യക്തി ആരാണ് എന്ന് നമ്മൾ അറിയണം. In the New Testament, a born again child of God should know who he or she is in Christ. പഴയ നിയമത്തിലെ ഒരു വിശ്വാസിയും പുതിയ നിയമത്തിലെ ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം അറിയണം. You should understand the difference between a believer of the Lord in the Old Testament and a born again creation in the New Testament. പഴയ ഉടമ്പടി എന്ന് പറയുന്നത് 2 പേർ തമ്മിൽ ഒരു വ്യവസ്ഥകളുടെ മേൽ എടുക്കുന്ന കോൺട്രാക്റ്റ് ആണ്. In the Old Testament, the older covenant was a contract taken between 2 people in this world. ഒരു ഉടമ്പടി എന്ന് പറഞ്ഞാൽ 2 പേര് വേണം അതിന്. A covenant needs 2 people. ഒരു കോൺട്രാക്ട്, നമ്മളൊരു കെട്ടിടം കോൺട്രാക്ടിന് കൊടുക്കുമ്പോൾ 2 പാർട്ടിയുണ്ട്. If you are giving a building on contract, there are 2 parties involved. അതിന്റെ നടുക്കൊരു വ്യവസ്ഥയുണ്ട്. And there is a conditions which are given over ആ there. വ്യവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉടമ്പടി നിൽക്കുന്നത്. Based on those conditions, this contract is applied. വ്യവസ്ഥ തെറ്റുന്നതോടെ ആ ബന്ധം തീർന്നു. When that condition is not fulfilled, this contract is not പഴയ applied. നിയമ വിവാഹ ബന്ധം അങ്ങനെയായിരുന്നു. Even in the Old Testament, the wedding was based on that പഴയ contract. നിയമത്തിലെ യഹോവയാം ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അത് തന്നെയായിരുന്നു. In the Old Testament, we see the relationship between God and Israelites was in that manner. ഈ ഉടമ്പടികൾ രജിസ്റ്റർ ചെയ്യാൻ ഇടപാടുണ്ട്. വസ്തുവൊക്കെ വെക്കുമ്പോൾ ഒരു ഉടമ്പടിയുണ്ട്. In nowadays, you can see that for a land to be registered, there is a process which is to be followed. അതിനാണ് ഈ പ്രമാണം എന്ന് പറയുന്നത്. That is called the deed. അതാണ് നമുക്കൊക്കെ വസ്തു മേടിച്ചപ്പോൾ ഒരു പ്രമാണമുണ്ട്, അതൊരു ഉടമ്പടിയാണ്. That is why we have a deed when we purchase a land, and that is an agreement. എൻ്റെ ഇത്ര ഏക്കർ വസ്തു, That is so many acres of my land. ഇത്ര പൈസ എനിക്ക് തരുമ്പോൾ When I receive certain amount, എൻ്റെ എല്ലാ അവകാശങ്ങളും ഒഴിഞ്ഞ് I am going to remove all the rights which I ഇന്ന് have, മുതൽ ഈ വ്യക്തിക്കായിരിക്കും. and I am giving it to that person who has paid the amount. അവിടെ സ്നേഹമൊന്നുമില്ല. Over there is no love. എനിക്ക് പൈസ കിട്ടണം, I have to receive money, ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും. and I am giving that land to him. ആ കാര്യം ഒരു പേപ്പറിൽ എഴുതി വെക്കും. All those rules are written in a book, എന്നിട്ട് രജിസ്ട്രാറുടെ അടുക്കൽ കൊണ്ടുപോകും. and we go to the registrar, രജിസ്ട്രാർ ആളെ കൊണ്ടത് വായിച്ച് കേൾപ്പിക്കും. and the registrar makes someone to read all those conditions. രജിസ്ട്രാർ അവിടെ ഉണ്ടായിരിക്കും, മധ്യസ്ഥനായിട്ട് രജിസ്ട്രാർ ഉണ്ടായിരിക്കും. Registrar is the mediator. ഒന്നാം പാർട്ടിയായിട്ട് വിൽക്കുന്ന ആള് കാണും. First party is the buyer, is the seller. രണ്ടാം പാർട്ടിയായിട്ട് മേടിക്കുന്ന ആള് കാണും. Second party is the buyer. രജിസ്ട്രാർ അത് വായിച്ച് കേൾപ്പിക്കും. And the registrar reads all those conditions. ഇന്നത്തെ ഇന്നയാളുടെ മകൻ ഇത്ര രൂപയ്ക്ക് ഈ വസ്തു ഇന്നയാൾക്ക് കൊടുക്കുന്നു. So and so person who is the son of so and so person is paying so and so amount for so and so അദ്ദേഹം land. ചോദിക്കും ഇത്ര രൂപയാണോ സമ്മതിച്ചേ? And the registrar will ask, did you agree upon this ശരിയാണ്. price? ഇത്ര സെന്റ് ആണോ ഉള്ളത്? And he will ask, did you agree upon the land? ശരിയാണ്. ടോട്ടൽ ഇത്ര രൂപയാണോ കിട്ടേണ്ടത്? And will he ask, did you agree upon the final sum? എല്ലാം കിട്ടിയായിരുന്നു. And he will ask, did you pay everything? And he will say everything. സാക്ഷ്യം വിളിച്ചു. And he will call the witnesses. ഒറ്റ സീലടിക്കും. And he will seal that agreement. സീലടിച്ചാ പിന്നെ ഇത് അദ്ദേഹത്തിന്റെ ആയി. Once the seal is done, then the land is his. ഇതുപോലെ In the similar പഴയ manner, നിയമത്തിലെ രജിസ്ട്രേഷൻ in the Old Testament registration, മൊത്തം വായിക്കാൻ നേരമില്ല. we don't have time for everything. നിങ്ങൾ വേണേ പിന്നെ പുറപ്പാട് പുസ്തകം
24 1 മുതൽ 8 വരെ പിന്നെ വായിച്ചോണം. You can read Exodus chapter 24 verse 1 to 8 later. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. വ്യവസ്ഥകളുടെ മേലായിരുന്നു. എന്തായിരുന്നു? The Old Testament was based on various covenants, കണ്ടീഷണൽ. various conditions. എന്നാൽ നമ്മളെ കർത്താവ് സ്നേഹിച്ച സ്നേഹം അൺകണ്ടീഷണൽ ലവ്. But the Lord loved us unconditionally. അഗപ്പേ കൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചത്. He loved us with agape love. അതിന്റെ അർത്ഥം കണ്ടീഷൻസ് ഇല്ലാത്ത സ്നേഹം. That means unconditional love. നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യ സ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും വേലക്കാരന് കൂലി കൊടുക്കുന്നത് കണ്ടീഷണലാണ്. When we give wages to a servant, it is conditional. നീ വൈകിട്ട് ഇത്ര നേരം നിന്ന് ഇത്ര പണി ചെയ്താൽ ഇത്ര രൂപ തരാം. By evening, if you complete so and so work, you will receive so many wages. മക്കൾക്ക് അമ്മ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടീഷൻ ഇല്ല. Mother, when she gives food to the children, it is not based on any condition. വൈകിട്ട് വരെ കിടന്നുറങ്ങിയിട്ട് അമ്മയ്ക്ക് പോലും വെക്കാതെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന ഒരു കുഴപ്പമില്ല. Till evening, he sleeps happily, and then he has that food which is prepared without giving to the mother. There is no problem. കണ്ടീഷൻ ഇല്ല. There is no condition involved. ഇങ്ങോട്ടൊന്നും വേണ്ട. There is nothing which is sought. എല്ലാം അങ്ങോട്ട് മാത്രം. It is all giving in nature. നമുക്ക് പറ്റിയ തെറ്റുകളോട് യേശു ഏറ്റെടുത്തു. Jesus has taken every problem which he had committed. ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി. New covenant is an unconditional covenant. ഒരു മകൻ A son. ഒരു അടി കൊടുത്തെന്നിരിക്കട്ടെ. Imagine a son hit his father. ഉപദ്രവിച്ചെന്നിരിക്കട്ടെ. And he violently troubled. അവർക്ക് ദേഷ്യം വരും, സ്നേഹം കുറയത്തില്ല. They will be angry, but their love will not go down. ഇവന്റെ കൈ മുറിഞ്ഞെന്ന് കേട്ടാൽ ഈ അമ്മയുടെ നെഞ്ചു കൊള്ളും. If the mother hears that the son's hand is cut, the mother will feel sad. Unconditional love. അമ്മയേകിടും അമ്മയ്ക്കുള്ളതിനേക്കാൾ അൺകണ്ടീഷണൽ ലവിന്റെ പൂർണ്ണതയാണ് ദൈവം. God is unconditional love in its complete form. ആ കംപ്ലീറ്റ് ഫോം മനുഷ്യരൂപത്തിൽ ഇവിടെ വന്നതാണ് യേശു. Amen. Jesus is the complete form of love who came into this world. ആ സ്നേഹത്തെ പഴയ നിയമത്തിൽ നിങ്ങൾക്ക് കാണാനൊക്കത്തില്ല. You cannot see that love in complete form in the Old Testament. ദൈവത്തോട് കണ്ടീഷൻ വെക്കാൻ പോയി യഹൂദൻ. Jews went on to place conditions with God. അവിടെ ഞാൻ വായിക്കുന്നില്ല, എബ്രായർ 9 പുറപ്പാട് 24 ഉണ്ട്. ഈ പ്രമാണത്തിലെ കണ്ടീഷൻസ് എല്ലാം മോശ ജനത്തെ വായിച്ചു കേൾപ്പിച്ചു. Hebrews 9 and Exodus 24, oh, you can read over there. എബ്രായർ 9 മാത്രം വായിച്ചേക്കാം. Just let us read Hebrews 18, 19, 20. chapter 9 verse 18, 19, 20. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല, മോശെ ന്യായപ്രമാണ രണ്ടാമത്തെ ഉടമ്പടി യേശുവിന്റെ ഉടമ്പടിയും രക്തം വെച്ച് പ്രതിഷ്ഠിച്ച. അവിടെ വായിച്ചു. മോശെ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണത്തിന്മേലും എല്ലാം രക്തം തളിച്ചു. Therefore not even the first covenant was dedicated without blood. For when Moses had spoken every precept to all the people according to the law, he took the blood of calves and goats with water, scarlet wool and hyssop, and sprinkled both the book itself and all the people, saying, "This is the blood of the covenant which God has commanded you." ഇവിടെ മോശയാണ് മധ്യസ്ഥൻ. മോശയാണ് ദൈവം എന്ന പാർട്ടി നമ്പർ 1, യഹൂദൻ എന്ന സെക്കൻഡ് പാർട്ടിയുടെ ഇടയിൽ നിൽക്കുന്നത്. God is party number 1 and Jew is the second party and Moses is the mediator. നിങ്ങൾ ആവർത്തനം 24 വായിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് അവരെ അകന്ന് നിന്നോണമെന്ന് പറയാൻ കടം. Deuteronomy 24, if you read over there, you can see God says, ask the people to stay outside the camp. മുഖത്ത് നോക്കി പറഞ്ഞ ന്യായപ്രമാണം നിന്നെ അകറ്റി നിർത്തി പറഞ്ഞാട്ടെ. Turn to your neighbor and say, the Lord pushed you aside, pushed you outside. യേശുവിന്റെ സ്നേഹം നിന്നെ മാറോട് അണച്ചു. But the love of Jesus gathered you in his arms. അത്ര ഇപ്പൊ അറിഞ്ഞാൽ മതി. പക്ഷെ പിശാച് വന്നിട്ട് But Satan, when he entered, ഒന്നിൽ ഈ പ്രമാണം തലേ പിന്നെയും കയറ്റും. and he is trying to place the law again in our minds. യേശു രണ്ടാമത്തെ പ്രമാണം സ്ഥാപിക്കുമ്പോൾ ഇതേ മോശ പറഞ്ഞ വാക്കാ പറഞ്ഞത്. When Jesus established the second covenant, he said the words. മോശയ്ക്ക് അവിടെ വേദനയൊന്നും എടുത്തില്ല. ഏതോ ഒരു ആടിനെ കൊന്ന് അതിന്റെ രക്തമാണ് എടുത്തത്. Moses cut some goat which was lying over there and sprinkled that blood.
യേശു സ്വന്തം രക്തമെടുത്തു. But Jesus laid down his own life, shed his own blood. അതാണ് കർത്തൃമേശയിൽ നമ്മൾ ഓർക്കുന്നത്. That is what we remember when we enter the Lord's ഒരു table. അപ്പവും പാനപാത്രം കഴിച്ചിട്ട് പോവല്ല. We are not just eating the bread and drinking the wine. ധൈര്യം കൊണ്ട് നിറയണം. We should be filled with confidence. നിന്നെ അത്രമേൽ സ്നേഹിച്ചു. The confidence of his great love. ആദ്യ നിയമത്തിലെ ലംഘനത്തിന് വേണ്ടി അവൻ രക്തം ചൊരിഞ്ഞത്. For the first covenant, because of the wrongdoings, they sprinkled the blood. മുഖത്ത് നോക്കി പറ, നിന്നെ കൊണ്ട് ഇത്രയൊക്കെ ഒക്കത്തുള്ള യേശുവിന് നന്നായിട്ട് Turn to അറിയാവുന്ന neighbor and say, Jesus knows that you can do only this much in your life. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ തെരഞ്ഞെടുത്തത്. He knows you completely and then he has chosen you. ആ സ്നേഹം കണ്ടാൽ നിനക്ക് പാപം ചെയ്യാൻ ഒക്കത്തില്ല. When you look at the love of Jesus, you cannot sin. ഏത് കോൺട്രാക്റ്റിലും ഒരു പാർട്ടി പറഞ്ഞ ക്ലോസിൽ നിലനിന്നില്ല, കോൺട്രാക്ട് പൊളിയും. In any contract, if one party does not fulfill all the conditions, then that contract does not exist. യഹൂദൻ എന്ന പാർട്ടിക്ക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. Jews could not fulfill the conditions they laid. അതുകൊണ്ട് ആ പ്രമാണം പൊളിഞ്ഞു പോയി. That is why that old covenant was obsolete. ഒരിക്കലും പൊളിയാത്തൊരു പ്രമാണം, But a covenant which is never broken. തെറ്റിപ്പോകാത്ത ഒരു മനുഷ്യൻ തെറ്റിപ്പോകാത്ത ദൈവത്തോട് ചെയ്തു. A man who is blamed, a man who is at fault, he had a covenant with a God who cannot be at fault. എന്നിട്ട് തെറ്റിപ്പോകാത്ത മനുഷ്യൻ നിന്നെ കല്യാണം കഴിച്ചു. And that man who is blameless, that is Jesus, he married you. നീ ഞാനുമാകുന്ന കാന്തയെ You and me, who is the bridegroom of bride തന്റെ of the Lord. സ്റ്റാൻഡേർഡിൽ സ്വർഗത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാ സഭ. Church is the preparation place for us to be presented in heaven. നിന്നെ എന്താണേലും ഇനി കൈവിടത്തില്ല. And he will never leave you nor forsake. കര ഉയർത്തി കർത്താവിന് നന്ദി പറ. Let us lift up our hands and say ഈ thank you, Jesus. സ്നേഹത്തെയാണ് പിശാച് സംശയിപ്പിക്കുന്നത്. And Satan is trying to make us doubt this love. ആ നീതിബോധം കളയാണ്, And he is trying to make us forget അപരാധ that ബോധം conscience, നിറയ്ക്കുകയാണ്. filling us with guilt. വേറെ വഴിയായിട്ട് അവൻ വരികയാണ്. And he is trying to bring us in some other way. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും You shall know the truth and the truth shall set you free. പിശാച് എപ്പോഴും വന്നിട്ട് പറയുന്നത് ദൈവത്തിന് നിന്നോട് പണക്കമാണെന്ന്. Satan comes and says the Lord is not loving you right now. ഞാൻ ഇന്ന് വന്ന് ദൈവത്തിന് നീ ഓമനയാന്ന് പറയാൻ, I have come to tell you that the Lord has chosen you and he is your ദൈവത്തിന് നീ കൺമണിയാണെന്ന് പറയാൻ. You are the apple of his eye. നിന്റെ ആ പ്രതിസന്ധികൾ കണ്ട് നീ ഭയപ്പെടരുത്. Do not look at your troubles and do not be feared. അവന്റെ കണ്ണിലെ കൺമണിയാണ്. You are the apple of his eye. നിന്റെ നന്മ കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥന കൊണ്ടല്ല, It is not by your works, not by your prayers. സ്നേഹത്താൽ അവൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. It is by his love he has chosen എല്ലാ you. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി Let പറഞ്ഞു. us lift up our hands and worship. വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും The കവർച്ചക്കാരനും. person who gets in by the other way is the thief കർത്താവ് and the അനുവദിച്ചാൽ robber. അടുത്ത ആഴ്ചയിൽ ഞാൻ തുടരാം. The Lord is willing, the next week I will എല്ലാവരും continue കർത്താവിനെ this സ്തുതിച്ചാട്ടെ. message. Let us all praise the Lord. അപരാധ ബോധം, The guilt consciousness, ആകുല ചിന്ത, the cares of this world, വിട്ടുകളയാത്ത പാപ സ്വഭാവങ്ങൾ, sin which you cannot be, you're not വിശ്വാസി living your പാപത്തിൽ life. തുടരുന്നത്, പിശാച് കയറും. Believers should not continue in sin. കയ്പ് വെച്ചോണ്ടിരിക്കരുത്, പിശാച് കയറും. You should not be filled with bitterness because Satan enters by that way. സ്വന്തം കുടുംബ ജീവിതം വിട്ട് വേറൊരു പരസ്ത്രീ പരപുരുഷ ബന്ധത്തിൽ പോകരുത്, സാത്താൻ കയറും തുടർന്നാൽ. Should not be involved in any illicit affair because Satan enters by that way. അവൻ കയറിയാൽ Once he enters, കള്ളൻ അവന്റെ സ്വഭാവം ചെയ്തുകൊണ്ടേയിരിക്കും. and thief will show his character. കക്കാനും Steal, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ, except nothing else he will come. the thief comes only to steal, kill and destroy. only to അവൻ വരുന്നതേ മോഷ്ടിക്കാൻ. He comes only to do that one work. എഫേസ്യ ലേഖനം Ephesians 4-ാം അധ്യായം. chapter 4. ദൈവമക്കൾ കൂടുതൽ ബൈബിൾ വായിക്കണം, Children of God should read the word of God more and more. അന്യഭാഷയിൽ ആരാധിക്കണം, Should speak in tongues. വചനം നമ്മളിൽ വസിക്കും. The word of God should dwell in our heart. കൊലോസ്യർ 3-ൽ പറയാണ്, In Colossians chapter 3, the word of God says. ഇപ്പൊ നമ്മൾ വായിക്കാൻ പോകുന്ന എഫേസ്യ ലേഖനമാണ്. We are going to read Ephesians chapter 4. എഫേസ്യ ലേഖനം 4-ന്റെ 26, 27, 28. Ephesians 4, 26, 27 and 28. പക്ഷെ കൊലോസ്യരെ പറയാണ്, In the letter to Colossians it says, വചനം നിങ്ങളുടെ അകത്ത് വസിക്കാൻ ചെയ്യേണ്ടത് for the word of God to dwell in your heart. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും വിശ്വാസത്താൽ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. You should sing unto the Lord in psalms, hymns and in spiritual songs. വചനത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. Should give higher importance to the word of God. ബൈബിൾ വായിക്കണം. Should read the word of God. 5 അധ്യായം വായിക്കുക, 2 അധ്യായം വായിക്കുക. Read 5 chapters, 2 പുതിയ നിയമം chapters. എന്താണെന്ന് മനസ്സിലാക്കുക. Understand the New Testament. പുതിയ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കുക. Understand the new covenant. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, Satan should not take advantage of us. അഡ്വാൻറ്റേജ് എടുക്കരുത്. He should not take advantage നമ്മുടെ of us. അറിവില്ലായ്മയാണ് അവന്റെ ഒരു വഴി.
Ignorance is one way by which it വെച്ചുകൊണ്ടിരിക്കുന്ന enters. പാപമാണ് മറ്റൊരു വഴി. ഉറക്കെ പറ, വെച്ചുകൊണ്ടിരിക്കുന്ന പാപം. The sin which you are not leaving away, the ഒരു sin which തെറ്റ് is in your പറ്റിയാൽ heart. ഉടനെ ഒന്നും പിശാച് കയറത്തില്ല. Satan does not enter by one mistake you do. വെച്ചുകൊണ്ടിരിക്കരുത്. മുഖത്ത് നോക്കി പറ, വെച്ചുകൊണ്ടിരിക്കരുത്. But the sin which you keep in your heart, ഉറക്കെ പറ, വെച്ചുകൊണ്ടിരിക്കരുത് പറഞ്ഞാണ്. you should not keep any sin in your ചിലപ്പോൾ heart. ഒരാളോട് ഭാരം തോന്നിയെന്നിരിക്കാം. If you feel burdened towards a brother, അന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തീർത്തിരിക്കണം. even before the sun sets, you should forget കള്ളനിടം that sin. കൊടുക്കരുത്. കള്ളനിടം കൊടുക്കരുത്. മുഖത്ത് നോക്കി പറ, കള്ളനിടം കൊടുക്കരുത്. Do not give place to the devil. കള്ളനിടം കൊടുക്കരുത്. Do not give place to the കള്ളനിടം thief. കൊടുക്കരുത്. Do not give place to the വായിച്ച് thief. എഫേസ്യർ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. Be angry and do not sin. Do not let the sun go down on your wrath, nor give place to the devil. Let him who stole steal no longer, but rather let him labor, working with his hands what is good, that he may have something to give him who has in need. കോപം പാപം വെച്ചോണ്ടിരിക്കരുത്. Anger, do not sin. Do not keep that sin in your heart. വെച്ചോണ്ടിരിക്കരുത്. Not keep that sin in your heart. വെക്കാനും കളയാനും നിനക്ക് പറ്റുമെന്ന് അർത്ഥം. മുഖത്ത് നോക്കി പറ. That means you have the power to keep it in your heart or to cast it away. മുഖത്ത് നോക്കി പറ, പാപം വെച്ചോണ്ടിരിക്കാനും പറ. Turn to your neighbor and say you have the power to keep the sin in your ദൂരെ heart. കളയാൻ ഒരു വിശ്വാസിക്ക് പവർ ഉണ്ട്. Keep the sin in your heart or to cast it away from you. അതിനൊരു ദൈവദാസനെ സഹായിക്കാൻ വരണ്ട. There is no need for any man of God to help you for that. തീരുമാനിച്ചാൽ മതി, ഇനി ആ പരിപാടി ഞാനില്ല. You should decide that I will no longer go in that way. ഇന്നുകൊണ്ട് അവസാനിക്കും. ഇന്നുകൊണ്ട് I am ending it right now. ഒരു പാപ സ്വഭാവം നിങ്ങളെ പിടിച്ചൊതുക്കിയിട്ടുണ്ടോ? If there is a sinful desire in your ഇന്നു heart, മുതൽ ഇല്ല യേശുവിൻ നാമത്തിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഒരിക്കലും ആ പാപം എന്നെ വാഴത്തില്ല. from today I will not be a slave to that sin. I am a slave for Jesus and Holy Spirit will help you for it. തീരുമാനിക്കണം. You should decide. ഒരു പാപവും നിന്നെ വാഴത്തില്ല. No sin will reign in your life അത്ര പവറാ നിനക്ക് തന്നിരിക്കുന്നത്. because you have been given that great power. പാപം വെച്ചുകൊണ്ടിരിക്കരുത്. Do not keep the sin in your heart. പിശാചിന് ഇടം കൊടുക്കരുത്. Do not give place to the devil. Listen അടുത്ത the right വാക്യം, manner. കള്ളൻ ഇനി കക്കാതെ എന്ന്. The next verse says, let the thief steal no ഞാൻ longer. ഇടം കൊടുത്ത കള്ളൻ അകത്തിരുന്ന് എന്നെ മോഷ്ടിക്കുമെന്ന്. That means if I give place to this thief, he will steal from my heart. ഹൃദയം ഫ്രീ ആക്കണം. Let your heart be set free. പിശാചിന് ഇടം കൊടുക്കരുത്. Do not give place to the എന്നിട്ട് devil. പോയി അധ്വാനിച്ചേ. After that, go and work. വാരി കൊടുക്കാനും കൂടെ കയ്യിലുണ്ടാവും. And you will have much more in abundance to give. എല്ലാവരും ദൈവസ്ഥലം എഴുന്നേക്കാം. Let us all stand up in the presence of the Lord. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. Let us all submit ourselves to എല്ലാ the കരങ്ങൾ Lord. ഉയർത്തി അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാൽ. Let us lift up our hands and surrender to Jesus. പിശാചിന് ഇടം കൊടുക്കരുത്. Do not give place to the devil. പിശാചിന് ഇടം കൊടുക്കരുത്. Do not give place to the devil. മുഖത്ത് നോക്കി പറ, വചനവിരുദ്ധമായ ചിന്തയാണ് പിശാചിന്റെ വഴി. Turn to your neighbor and say, any thought which is contrary to the word of God is the trick of the devil. All unwanted. ഭോഷ്ക് പറയുന്നവനും എന്റെ അപ്പനും. Satan is accuser and he's the father of lies. നിനക്ക് ഒരു ദോഷം വരാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. Lord will allow no weapon against you to succeed. നിനക്കോ നിന്റെ തലമുറയ്ക്ക് ഒരു ദോഷം വരേണ്ട കർത്താവ് അനുവദിക്കത്തില്ല. You and your children, no harm will affect സഭയ്ക്ക് you. ഒരു ദോഷം വരേണ്ട കർത്താവ് അനുവദിക്കത്തില്ല. No harm will affect the ഹെവൻലി church. വീസിന് ഒരു ദോഷം വരേണ്ട കർത്താവ് അനുവദിക്കത്തില്ല. Lord will not allow any harm to കരമടിച്ച് touch you. കർത്താവായി തുറന്ന് കർത്താവിനെ സ്തുതിച്ച് രോഗങ്ങളെ മുഴുവൻ പറഞ്ഞു വിട്ടേക്കണം. Today you should cast away all sickness. എന്റെ കർത്താവിന്റെ അകത്ത് ചില പല്ലിന്റെ കേട് വരെ പിശാച് ഇറങ്ങിപ്പോവും. Few cavity decay in your teeth, Satan is going to be thrown out from your ചില body. മൂക്കിലെ ഗന്ധമില്ലായ്മ ഇന്ന് ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. Today no smelling sensation in your nose. The ചില Lord is വായ് healing you completely. നാറ്റങ്ങൾ സൗഖ്യമാവും. Smell in your mouth, the Lord found smell in your തലകറക്കങ്ങൾ mouth. സൗഖ്യമാവും. Lord is going to heal you completely. കണ്ണിന്റെ കാഴ്ച സൗഖ്യമാവും. Your eyesight is going to be restored. നിങ്ങളുടെ ബിസിനസ്സിനകത്തൊരു സൗഖ്യമുണ്ടാവും. Your business is going to be നിങ്ങളുടെ restored. കുടുംബജീവിതത്തിൽ ഒരു Your സൗഖ്യമുണ്ടാവും. family is going to be restored. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു ഹീലിംഗ് ഉണ്ടാവും. There is going to be relationship. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ശാരീരിക പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രി ഇന്ന് പകലൊരു വിടുതലുണ്ടാവും. There is going to be a deliverance in the എല്ലാവരും relationship. ആത്മാവിൽ husband and കർത്താവിനെ wife. സ്തുതിച്ചാട്ടെ. ശാരീരിക പ്രായമായും തോന്നിയവർ യൗവനക്കാരായി മാറാൻ പോവാ. All those who think that have become old, you're going to be renewed. എല്ലാവരും in your youth. ജയമെടുത്ത് ജയമെന്നൊന്ന് വിളിച്ചു പറഞ്ഞു. ചിലതിനെയൊക്കെ നമ്മൾ പുറത്തിറക്കാൻ പോവാ. You're going to cast വേണ്ടാത്ത away. ചിന്തകളെ വെളിയിൽ ശാസിക്കാൻ Cast പോവാ. away unwanted എല്ലാ thoughts. ദൈവമക്കളും ആത്മാവിൽ പോരാടി തുടങ്ങി. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന എന്താണോ അതിനെതിരെ സംസാരിച്ച് നന്മ വരുമെന്ന് പറഞ്ഞ് കരമടിച്ച് എല്ലാവരും പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് Resist the devil and he will flee you.
പിശാച് പറയാണ് നിന്റെ മോന്റെ ഭാവി ശരിയാകത്തില്ല. Satan is coming and telling your son, your daughter, this future will not prosper. അപ്പൊ നിങ്ങളുടെ മക്കളുടെ നല്ല ഭാവിയെ കുറിച്ചുള്ള 5 വാക്യം തിരിച്ചവനെ പഠിപ്പിക്കണം. So you should teach him 5 good words about your children's future. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന പിശാച് വചനം പറയുന്നു. Believe in the name of the Lord and you and your household will be saved. That is the word of God. നിന്റെ മക്കളുടെ സമാധാനം വലുതായിരിക്കുന്നു വചനം പറയുന്നു. The peace of your children will be great, says the word of God. മുഖത്ത് നോക്കി പറ പിശാചിന് ബൈബിൾ ക്ലാസ് എടുക്കണമെന്ന് പറ. Turn to your neighbor and say you should take a Bible class for the ഇങ്ങനെ devil. എഴുതിയിരിക്കുന്നെന്ന് പറഞ്ഞാ നമ്മുടെ അപ്പച്ചൻ നമ്മളെ പഠിപ്പിച്ചത്. As it is written in the word of God. ഒന്ന് കരമടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിച്ച് രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ആരോടും കയ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കരുത്. Do not allow place for any bitterness in your heart. ആരോടും കയ്പ് ഹൃദയത്തിൽ സൂക്ഷിക്കരുത്. Do not allow place for any bitterness in your heart. പാൻഡമിക്കിന് മുമ്പ് കൊല്ലത്ത് ഒരു ടിവി പ്രേക്ഷക മീറ്റിംഗ് നടന്നു. Before the pandemic there was a TV viewers meeting in Kollam. അന്ന് ഹൃദയത്തിന്റെ മുറിവുകൾ വിടാൻ പരിശുദ്ധാത്മാവ് പ്രസംഗിച്ചു. That time Holy Spirit preached over there that you should leave all hatred in your heart. സൂക്ഷിക്കപ്പെട്ട മുറിവുകളിൽ പിശാച് കയറിയിരിക്കുമെന്നായിരുന്നു അന്നത്തെ സന്ദേശം. The message at that day was that if you allow hatred to remain in your heart, Satan will remain in that മുഖത്ത് hatred. നോക്കി പറഞ്ഞ സൂക്ഷിക്കപ്പെട്ട മുറിവുകൾക്കകത്ത് സാത്താൻ കുടിയിരിക്കും. Turn to your neighbor and say the hatred which you have guarded in your heart, Satan tries to take മുറിവുകൾ wounds. Satan tries to ഉണങ്ങാത്ത മുറിവുകൾ, വർഷങ്ങളായ മുറിവുകൾ. Satan tries to remain in those wounds which you have guarded in your heart. അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരാൾ നമുക്ക് വേണ്ടി മുറിവുകൾ വഹിക്കുന്നുണ്ട്. There is another person who has bore all our wounds onto him. 2000 വർഷമായി wounded-ആയ 2 കരങ്ങളുണ്ട്. 2000 years ago there were 2 hands which were wounded for us. അവൻ വന്നപ്പോഴൊക്കെ മുറിവാണ് ആദ്യം കാണിച്ചത്. And when he came he showed his wounds. എന്റെ യേശു വന്നപ്പോഴല്ലേ ആദ്യം കാണിച്ചത് മുറിവാണല്ലേ? When Jesus came he showed his wounds. അതിന്റെ അർത്ഥം നീ ഇനി മുറിവ് സൂക്ഷിക്കരുത് എന്റെ കയ്യിലുണ്ടെന്നാ. That means you should not carry any wounds in your heart. നിങ്ങളുടെ സകല ചിന്താകുലോ അവന്റെ മേലൊന്ന് ഇട്ടേ എല്ലാരും ഇട്ടേ ഫ്രീ ആയിക്കേ. Cast all your cares unto him. നമ്മളൊന്നുകൂടെ ഒന്ന് തുള്ളി ചാടാൻ പോവാ. We're going to rejoice once again. യേശുവിടെ ആട്ടിൻകൂട്ടമൊക്കെ ഒന്ന് തുള്ളി ചാടണ്ടേ? Amen. All the sheep of the shepherd which is Jesus, let us rejoice and dance in the Lord. ഞാനിത് പ്രസംഗിച്ചു, അത് കഴിഞ്ഞ് രോഗസൗഖ്യത്തിന് പ്രാർത്ഥിച്ചു. After I preached this message I prayed for the sick. വിടുതലായവർ മുമ്പോട്ട് വരാൻ തുടങ്ങി. And I said all those who are experiencing deliverance come forward. ഒരു അമ്മച്ചി ഒരു ഫോണുമായിട്ട് ഓടി വരുന്നു. A grandma from the last corner of the hall she ran forward. നല്ല വേഷമൊക്കെ ധരിച്ച് നല്ല ഒരു കുലീന കാഴ്ചയിൽ തോന്നുന്ന ഒരു സ്ത്രീ, A well-dressed woman. ഓടി വരികയാണ്. And she came forward. എന്നോട് പറഞ്ഞു, And she said, ഫോൺ കയ്യിൽ ഇങ്ങനെ പൊക്കി she പിടിച്ചു. showed the mobile phone and ഞാൻ said, ചോദിച്ചു എന്താ സംഭവിച്ചേ? and I asked what happened. ബ്രദർ മുമ്പേ പ്രസംഗിച്ചില്ലേ മുറിവുകളെ കുറിച്ച്? Whether you had preached about wounds in your എന്റെ heart. ഹൃദയത്തിൽ ഉണങ്ങാത്തൊരു മുറിവുണ്ടായിരുന്നു. In my heart there was a wound which was not going away. അതെന്റെ മരുമോളോടായിരുന്നു. And that was towards my daughter-in-law. 6 മാസം മുമ്പ് 6 months എന്നെ ago. വളരെ വേദനിപ്പിച്ചിട്ട് She hurt me a lot. അവള് വീട്ടിൽ നിന്ന് പോയതാണ്. And she went away from the house. എന്നെ ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര മുറിവാണ്. Whenever I thought about it, there was this wound പക്ഷെ in my ഞാൻ എന്ന് heart. പറഞ്ഞ യേശുവിന്റെ മുറിവുകളിലേക്ക് ഞാനത് ഇട്ടിരിക്കുന്നു. But I cast that wound onto the wounds of Jesus. എന്റെ മോളോട് ഞാൻ ക്ഷമിച്ചു. And I forgave her. അവളോട് എനിക്ക് വെറുപ്പായിരുന്നു. I had hatred towards അവളുടെ her. അറിവില്ലായ്മയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ ക്ഷമിച്ചു. I forgave her because I ഞാൻ thought it ക്ഷമിച്ചു എന്ന് ignorant. പറഞ്ഞതും എന്റെ ഫോണിൽ ബെല്ലടിച്ചതും ഒന്നിച്ചാണ്. The moment I said I forgave her, immediately she called on the phone. മരുമോൾ എന്നെ വിളിച്ചിരിക്കുന്നു. The daughter-in-law phoned her. മരുമോൾ എന്നെ വിളിച്ചിരിക്കുന്നു. Daughter-in-law called me. അവൾ എന്നെ വിളിച്ചു ചോദിച്ചു അമ്മച്ചി എവിടാണെന്ന്. And she asked, Amachi, ഞാൻ where are you? മീറ്റിംഗിലാ മോളെ എന്ന് പറഞ്ഞു. And I replied, I'm in the എനിക്ക് meeting. വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവള് ഫോൺ വെച്ചു. She said, also pray for me, and she cut the call. പിശാച് അവിടെയും കയറും ഇവിടെയും കയറും. മുഖത്ത് നോക്കി പറ പിശാച് അവിടെയും കയറും ഇവിടെയും കയറും പറ. Satan enters over there and also over here. എന്നാൽ ഒരു വശത്ത് കട്ട് ചെയ്ത് വിടുമ്പോൾ എല്ലായിടത്തും അത് പൊട്ടിപ്പോകും. But when you cut from one side, he's gone from ആത്മീയ everywhere. യുദ്ധം നിന്റെ കയ്യിലാണ് ഏറ്റവും വലിയ ആയുധമുള്ളത്. You have the powerful most weapons സാത്താന്റെ in the world. കെട്ടുകളെ പൊട്ടിക്കുന്ന ആയുധം നിന്റെ കയ്യിലുണ്ട്. You have the weapon to destroy ഇന്നൊന്ന് Satan. ക്ഷേമെടുത്ത് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച് എല്ലാവരും കരമടിച്ച് അന്യഭാഷയിൽ Let us clap and യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് അധികാരമെടുക്കുകയാണ്. in the name of Jesus I take authority. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. Every bondage be broken. എല്ലാ കയ്പുകളും പൊട്ടട്ടെ. Every bitterness be എല്ലാ gone. കുറ്റാരോപങ്ങളും പൊട്ടട്ടെ. Every guilt be എല്ലാ removed. ഭയങ്ങളും പൊട്ടട്ടെ. Every fear be എല്ലാ removed. പാപ സ്വഭാവങ്ങളും പൊട്ടട്ടെ. Every sinful nature എല്ലാ be removed. അവിശ്വാസങ്ങളും പൊട്ടട്ടെ. Every unbelief യേശുവിൻ നാമത്തിൽ in the name of Jesus. ഇപ്പോൾ തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. Right now let sickness be healed.
നെഞ്ചിനകത്ത് ഇങ്ങനെ തീ കാളി വരുന്ന പോലെയുള്ള ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. A woman who is a sister who is experiencing ഇപ്പോൾ burning തന്നെ sensation. സൗഖ്യമായി, Yes. ഇപ്പോൾ തന്നെ സൗഖ്യമായിരിക്കുന്നു. Right now be healed in Jesus' name. എപ്പിലെപ്സി രോഗം സൗഖ്യമായിരിക്കുന്നു. Man ഭക്ഷണം കഴിക്കാൻ മേലാത്ത അവസ്ഥ സൗഖ്യമായിരിക്കുന്നു. who could not take food properly, you're ഓ being healed right now. കാരമടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ഓ തുള്ളിച്ചാടിയാടി പാടി യേശുവേ വാഴ്ത്തു, തുള്ളിച്ചാടിയാടി പാടി രാജാവേ വാഴ്ത്തു, തുള്ളിച്ചാടിയാടി പാടി യേശുവേ വാഴ്ത്തു, തുള്ളിച്ചാടിയാടി പാടി രാജാവേ വാഴ്ത്തു. Praise the Lord. 1 പത്രോസ് 5 ഇടയനായ പത്രോസ് പറയാണ്, 1 Peter 5, Peter who is a shepherd says, ഇടയ ശ്രേഷ്ഠം പ്രത്യക്ഷനാവും. when the chief shepherd appears, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്. let us all lift up our hands. അവൻ ആടുകളെന്നല്ലാതെ ഒരു വിചാരവും ഇല്ല. He only thinks about the sheep. നിന്നെ അതുപോലെ സ്നേഹിക്കുന്നു. He loves you that much. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചാണ്. Let us all lift up our hands. കർത്താവ് ആഗ്രഹിക്കുന്നതിൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്ന കർത്താവേ എന്ന് പറയും. Lord desires that you say, I believe in you, ഞാൻ Jesus. ഭാരപ്പെടത്തില്ല, I will not be worried. ഞാൻ പതറത്തില്ല, I will not be shaken. സംശയിക്കത്തില്ല. I will not doubt you. ഒരു മിനിറ്റ് കർത്താവിനോട് എല്ലാവരും ഒന്ന് സംസാരിച്ചു. Let us all speak to Jesus for a നിങ്ങളുടെ സൗഖ്യം നിങ്ങൾ പിടിച്ചെടുത്താട്ട്. Receive the healing which the Lord has. ശരീരത്തിൽ കൈവച്ച് കൽപ്പിച്ച് Lay your hand on your body and command the healing today. നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ഭാരം വിട്ടിട്ട് യേശുവിന്റെ നാമത്തിൽ അവർ എന്താകണോ അത് കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്തേ. Cast away all the worries about your children and speak what you want your children to become. നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമാകാൻ പോകുകയാണ്. You will be a blessing for many. നിങ്ങളുടെ കൈകളാൽ രോഗികൾ സൗഖ്യമാകും. Many sick will be healed നിങ്ങൾ through കാൽ you. ചവിട്ടുന്നിടം വിടുതലാകും. Where you step your foot, there will be സ്വയം deliverance. ഒന്ന് കരമച്ച് അനുഗ്രഹിച്ച് യേശുവിൻ നാമത്തിൽ. Place your hand on your body and എനിക്ക് bless. മുട്ടുണ്ടാകില്ല, ഉറക്കെ പറ, I എനിക്ക് will not മുട്ടുണ്ടാകില്ല. lack anything in my life. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചു. I'm going to pray for all of you. കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. Father, I pray. ഇന്ന് ഇവിടെ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി മാത്രമല്ല, Not only for those who are in this hall, O Lord. ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി For പ്രാർത്ഥിക്കുന്നു. all those who are watching us online right now. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ In the name of Jesus. ഒരു മുട്ടുമുണ്ടാകയില്ല. Let them not lack anything in their life. തുള്ളിച്ചാടുന്ന ആടുകളായി, Oh, like a sheep which are കള്ളന്റെ rejoicing. ഒരു തന്ത്രവും വിജയിക്കാതെ No trick of the thief will എല്ലാ prosper. ദൈവിക നന്മകളും മക്കൾ Let them അനുഭവിക്കട്ടെ. experience all goodness. അനുഗ്രഹിക്കുന്ന I കർത്താവ് bless them in Jesus. തമ്മിൽ തമ്മിലൊന്ന് അനുഗ്രഹിച്ച് Bless യേശു one ക്രിസ്തുവിന്റെ another in നാമത്തിൽ Jesus' ഞങ്ങൾ name. I അനുഗ്രഹിക്കും. bless one another in Jesus' name. കർത്താവേ ഞങ്ങൾ തങ്കുബ്രതനായി സ്തോത്രം Father, ചെയ്യും. we pray for Tangu brother, O Lord. മറ്റെല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം Pray ചെയ്യും. for every other child of God. ലോകമുള്ള സകല ദൈവമക്കളെ ഞങ്ങൾ Pray അനുഗ്രഹിക്കും. for all the children of God in this world. സഭയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. Pray for the church. എല്ലാ നന്മകളാലും നിറയട്ടെ Bless with all goodness. യേശുവിൻ നാമത്തിൽ. In the name of Jesus. ആമേൻ. Amen. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. Hallelujah. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം.